ഇയാളെൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പിടിച്ചു. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ച് പുറത്തേക്ക് പോയപ്പോൾ ഇയാൾ എൻ്റെ പുറകെ വന്നിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ്. പത്തനംതിട്ട തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സത്യം മിനിസ്ട്രീസിന്റെ ഉടമ CV വടവനയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇയാളുടെ സ്ഥാപനത്തിലേക്ക് പുതുതായി ജോലിക്കെത്തിയ യുവതിയോട് ജോലിക്കെത്തിയ ആദ്യ ദിനം തന്നെ ഇയാൾ ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയ യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കുകയാണ് ഉണ്ടായത്. ആ അതിക്രമത്തിനിരയായിട്ടുള്ള 22 വയസ്സുകാരി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടാണ് അയാൾക്ക് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇയാൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെ ജോലി തരാമെന്നും പറഞ്ഞു, നമ്പറും തന്നു. കഴിഞ്ഞ മാസം ഞാൻ അയാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ജോലിയുടെ കാര്യത്തിന്. അവിടെ സെയിൽസ്, അങ്ങനെ ബുക്ക് സ്റ്റോൾ സെയിൽസ്, ചാരിറ്റിയുടെ കുറേ. ഞാൻ ജൂൺ 29 തിങ്കളാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞ് അയാളുടെ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചു. അയാളുടെ ഓഫീസിൽ ഞാനും അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ എന്നോട് കമ്പ്യൂട്ടർ അറിയാവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അയാളുടെ ഫ്രണ്ടിലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ലാപ്ടോപ്പിൽ അയാൾ എന്നോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അയാളുടെ അടുത്തേക്ക് വിളിച്ചു. അയാളുടെ അടുത്തേക്ക് ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ എൻ്റെ ഹിപ്പ് വഴി എന്നെ കയറി പിടിച്ചു. പേടിച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അയാളുടെ കാറിൽ തന്നെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടുത്തെ സ്കൂൾ ഓഫീസിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. ആ സ്ത്രീകളോട് എനിക്ക് അവിടെ താമസം സൗകര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റൂം കാണിച്ചു. 7-8 മണിയായപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്ന് കഴിക്കാൻ വിളിച്ചു. അങ്ങനെ കഴിക്കാൻ അയാളുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ 3 പേരും വീട്ടിലോട്ട് കയറിയപ്പോഴും അയാൾ എന്നെ അവരുടെ ഫ്രണ്ടിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. അതെനിക്ക് വളരെ വിഷമമായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവരുടെ ഫ്രണ്ടിലായതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞ് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ റൂമിലേക്ക് പോയി. രാവിലെ 7 മണിയായപ്പം അവർ പിന്നെയും വന്നിട്ട് എന്നോട് സാറ് വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ജോലിയുണ്ട്, ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ രാവിലെ അങ്ങോട്ടേക്ക് ചെന്നപ്പം അയാൾ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ കിസ് ചെയ്തു. എനിക്ക് പേടി കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഡൈനിങ് ടേബിൾ തൂത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളുടെ വീടിൻ്റെ ഹാൾ തൂത്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അയാൾ വന്നു. പിന്നെയും വന്നു കഴിഞ്ഞ് പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. അത് കഴിഞ്ഞ് എന്നോട് 9 മണിയാകുമ്പം ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ചൊരുങ്ങി ചെന്നപ്പം പിന്നെ അയാളുടെ കാറിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാറിൽ വെച്ച് അയാൾ എന്നോട് യാത്ര ഇഷ്ടമാണോ, നമുക്ക് പോകാം എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നിനും മറുപടി കൊടുത്തില്ല. പിന്നെ അപ്പോഴും അയാൾ എന്നോട് എന്നാ മിണ്ടാത്തെ, എന്താ സംസാരിക്കാതെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അയാളുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ബാംഗ്ലൂർ വഴി ഗോവയ്ക്ക് പോവാം, ഒരാഴ്ച കഴിഞ്ഞ് വരാം, ബീച്ചിലിടുന്ന ഡ്രസ്സുണ്ടോ, മോഡേൺ ഡ്രസ്സുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പിടിച്ചു. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ച് പുറത്തേക്ക് പോയപ്പോൾ ഇയാൾ എൻ്റെ പുറകെ വന്നിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ റൂമിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയോട് കാര്യം പറഞ്ഞു. എന്നിട്ട് എൻ്റെ ചേച്ചിയെ ഞാൻ ഇവിടേക്കൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. കുഞ്ഞിന് സുഖമില്ല, എന്നെ അയക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചി അയാളെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. എനിക്ക് വന്ന അവസ്ഥ വേറെ ഒരു പെൺകുട്ടികൾക്കും വരരുത്. അതൊരു സാമൂഹിക സ്ഥാപനമാണെന്ന് കരുതിയാണ് ഞാൻ ചെന്നത്. എനിക്കുണ്ടായ അവസ്ഥ ഇനി വേറൊരു പെൺകുട്ടികൾക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ
കേസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ലൈംഗികാതിക്രമം നടത്തിയതിനു ശേഷം ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും ഈ യുവതി പറയുന്നുണ്ട്. എന്താണെങ്കിലും സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.